ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാണ്ട്. പിന്നെ അമ്മ അവിടെ അമ്മൻ്റെ തറവാട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മക്ക് സുഖമില്ലാണ്ടായിട്ടല്ല, പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണമില്ല. അതെ, പിന്നെ ഗീതയും നാനും ഉണ്ടാവില്ല, കുട്ടികളെ ഹോസ്റ്റലിൽ. പിന്നെ ഇവിടെ അടുത്ത വീടൊന്നും ഇല്ല, ഒരാള് ഒന്നും ഇല്ല പകല്. അമ്മക്ക് അങ്ങനെ ബേജാറാവുണ്ട് പറഞ്ഞ ഒറ്റക്കല്ല. അങ്ങനെ അവിടെ ആണ് എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേ ആയി നമ്മളിപ്പോൾ വീഡിയോ ആക്കണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പണിക്ക് പോകണ്ടായി. ഇപ്പൊ ഗീതയും പണിക്ക് പോകാൻ തുടങ്ങി. കുട്ടികളെല്ലാം കുറേ കാലം ഞാനും പണിക്കൊന്നും പോകാതുണ്ടായി. ഒറ്റയ്ക്ക് പാലിട്ട് ഒറ്റയ്ക്ക് പണിയെടുത്തുണ്ടായി. ഇപ്പോൾ കുട്ടികളുടെ എല്ലാം സ്കൂൾ ഫീസും അത് ഇതെല്ലാം ജാസ്തി ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി. അതെ, കുടുംബത്തിൻ്റെ ഓരോ കഷ്ടമുണ്ട്. പിന്നെ എല്ലാവരും വിചാരിക്കും എന്തപ്പാ ഇത്ര ദിവസം വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല, എവിടെ പോയി ഒരു കുറേ ദിവസമായില്ലേ കാണാണ്ട് വീട്ടിനെന്ന് വിചാരിക്കുമോ. നമുക്കും വിഷമമുണ്ട്, വീഡിയോ ഇടാത്തതുണ്ട്, ഇടാൻ സമയമില്ല. ഞാൻ പണിക്ക് പോയിട്ട് വരുന്നത് 8-9 മണിയാവും. ഗീത 5:30 മണിയാവും. അന്നേരം ഗീത വന്നിട്ട് വീട്ടിൽ പണിയെല്ലാം എടുക്കുമ്പോൾ ഇരുത്താവോ ആവില്ല. ഒറ്റയ്ക്ക് വീഡിയോ പിടിക്കാനങ്ങനെ ഒരാൾ വേണം. അങ്ങനെ അതവിടെ നമ്മൾ പൂച്ചെടി എല്ലാം ഉണ്ട് കുറേ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ. മഴയെല്ലാം ജാസ്തി ആയതുകൊണ്ട് ഇപ്പം എല്ലാം പോയിന്. പൂച്ചെടിയെല്ലാം കുറച്ച് പൂവിടുന്നത് കുറച്ച് കുറവായി. നമ്മൾ അന്ന് കാട്ടിക്കാൻ നേരത്തെ ചെറുതുണ്ടായി ചെടി, മരം, നെല്ലിക്ക മരം. അതിലിപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായായിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. എന്തോ നെല്ലിക്ക ആയിന്ന് അതെവിടെ കായ്? മുകളിൽ 2-3 കായുണ്ട്, താഴെ ഒരു കായുണ്ട്. അതും പറിച്ചാ ഒന്നുണ്ടായത്. ഇലേന്റെ തണ്ടില് കായായിട്ടുള്ളത്. ഇത് നമുക്ക് തിന്നു നോക്കാം, ഇത് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ഇത് ചെറുത് നമ്മള് കടയിൽ നിന്നെല്ലാം മേടിച്ചിട്ടല്ലേ നമ്മൾ നെല്ലിക്കായ് തിന്നുന്നത്. അപ്പൊ ഇത് നോക്കാം, ഇത് നാടൻ നെല്ലിക്കായ്. ചള്ള് ഇതാ, ഇതൊന്ന് വീണ് കിട്ടിയത്. അത് ചള്ള് അല്ലേ? കയ്പ്. ഓ, എന്തോ മരുന്ന് കയ്പും പുളിയും അത്ര കയ്പുണ്ട്. പൂടുമ്പോ ഇതിങ്ങനെ ഊരിയിട്ട് ഇടാം. ഇതാ നല്ല പാങ്ങ് ചെറിയ ചെറിയ ഇല, കളർ വേണല്ലേ, ഇങ്ങനെ ഇടാം. നല്ല ഉണ്ടാവും. വലിയ പൂത് താങ്ങാനുള്ള ശക്തി ഇല്ല ഇതിന്. ഒടിഞ്ഞു വീണില്ല. ഇത് ഇവിടെ പൂച്ചെടി എത്ര വെള്ളം. കളി നോക്കുന്നുണ്ട്. മിന്ന് നമ്മളുടെ കാട്ടി മുമ്പ് മരത്തിൽ കയറിയിട്ടായി. ഓ, അവിടെ കയറിയിട്ട് വിൽക്കണ്ട മിന്നു, നമ്മൾ കാണണ്ടല്ല പറഞ്ഞിട്ട്. നമ്മളെ കാണുമ്പോ മരത്തിന്റെ മേലെ കയറി മിന്നോ വാ ഇറങ്ങ്. ഇവിടെ നോക്കുമ്പോഴത്തെ വരികയല്ലേ. അതെ, ഇതിന്റെ കളർ നോക്കൂ, പച്ചയുണ്ട്, പിന്നെ വേറെ ഒരു എന്തോ ഒരു വെള്ള കളറുണ്ട്. ഇത് അല്ലേ, 2-3 കളറുണ്ട്. ഇത് പൊട്ടിക്കുമ്പോ ഇതില് പാല് വരുന്നുണ്ട്, ചെറുങ്ങനെ പാല് വരുന്നുണ്ട്. അപ്പൊ ഒളിഞ്ഞിരുന്നു മഴ വരുന്നുണ്ടല്ലേ. ഇതൊരു ചെടി. ഇത് എങ്ങനെ പറഞ്ഞത്, ഇതില് ഇലയിൽ തന്നെ പൂവാവുന്നുണ്ട്. ഇല തന്നെ പൂവ് നോക്കി. ഇത് ഇപ്പൊ മുട്ടയിന് ഇതില് പാലുണ്ടാവും.
ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചാല് ആ പാല് അതേപോലെ ഇത് കണ്ണുകല്ല പെടാൻ പാടില്ല. ഇത് കണ്ണുകല്ല പൊട്ട കണ്ണിന്റെ ഇത് ഗുള്ള ഉണ്ട്, കണ്ണിന്റെ വെള്ള അത് പൊള്ളി പോകും. ചുവന്ന പൂവാകും ഇതില്. പിന്നെ ഇതൊരു സ്റ്റൈൽ ചെടി. ഈ സ്റ്റൈൽ ചെടീനെ ഇതിനെ കട്ടാക്കി വിടുവോ, ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ കട്ടാക്കിയിട്ട് പാങ്ങില് എല്ലാം വലിയ വലിയ ബംഗ്ലാവിലെല്ലാം സ്റ്റൈൽ ചെടിയായിട്ട് ഇടുന്നു. ഇതൊരു പൂ നോക്കുവാ, രണ്ട് തര കളർ ഇത്, മഞ്ഞയും വെള്ളയും രണ്ട് കളർ നല്ല ഉണ്ടല്ലേ, നല്ല മണം അല്ലേ. ഇതിങ്ങനെ ആക്കാം, കാറ്റാടി വീശുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് ആക്കാം. നല്ല കാണുന്നു. ഇത് ഈ മംഗ്ലൂരിലെല്ലാം നോക്ക് ഈ മുട്ടകളെ പറഞ്ഞിട്ട് ഇങ്ങനെ തലക്ക് വെക്കുന്നുണ്ടല്ലേ, ഇതിലാക്കുന്നതാണ് അല്ലേ? അത് അടക്ക പാലത്തിൽ പാടാൻ. അതെയാ, ഇവിടെ നോക്ക് വരികയല്ല. ഈ ഒരു ഇലയില് ഒരു തണ്ടില് എത്ര ഇല ഉണ്ട് നോക്ക്. ഈ ഒരു ഒറ്റ തണ്ടില് 1 2 3 4 5 6 7 8 9 10 എന്ത് പാങ്ങുണ്ടല്ലോ ഇത്. 10 ഇല ഉണ്ട്. ഇതിലെല്ലാം മഴ ജാസ്തി ആയത് കൊണ്ട് ഇതിലൊന്നും പൂവേ ഇല്ല. ചെടി ഈ ഒരു ഒറ്റൊരു പൂവുണ്ട്, ചെത്തിപ്പൂ. ഇത് ചോന്ന ചെത്തി. സുഗന്ധരാജ പറയുന്നത് ഈ ചെടിക്ക്. ഇതാ ഉറുമ്പിന്റെ കൂടുണ്ട്. ഇത് സുഗന്ധരാജ. ഈ പൂവുണ്ടല്ലോ, മണം നല്ല മണല്ലേ? നല്ല മണമുണ്ട്. ഉറുമ്പുണ്ട് മൂക്കിന്റെ ഉള്ളിൽ കയറി പോകും. ഇത് ചെമ്പരത്തി നോക്ക്, എത്ര വലിയ ചെമ്പരത്തി ഇത്. ഇതിന്റെ ഈ എതളുണ്ടല്ലേ, ഇതൊന്നും എണ്ണാനാവില്ല, അത്ര പാങ്ങുണ്ട്. ഇത് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്ന്. ഇതാ കൊതും അതിൻ്റെ ഇടയിൽ കൊതും ഇത്ര വലുതുണ്ട്. അപ്പൊ ഇത് ഇനി ബിരിയാൻ നേരത്തെ ഇത്ര വലുതാവൂലേ അകാലായിട്ട്. നല്ല രസമുള്ള ചെടി ഇത്. ഇനി വേറെ അവിടെ ഒന്നുണ്ട്. ഇത് നോക്ക്, ഇതിന്റെ കളർ നോക്ക് എത്ര പാങ്ങുണ്ട്. ഇതാ ബ്രൗൺ കളറ്, പിന്നെ ഇത് ചന്ദന കളർ, നല്ല കളർ. ഇതാ നല്ല രസമുണ്ടല്ലേ. ദാസവളത്തില് ഒരു കഥ എന്ത് പറയാ, 5 ഇലന്ന് 5 ഇല പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇതിൽ വരുള്ളൂ. 1 2 3 4 5 അയ്യാ, ഏത് ദാസവളം നോക്കിയാലും 5 ഈ സാധനം ഇതുണ്ടല്ലേ ഇത് വരുന്നത്. അങ്ങനെ അതാണ് ദാസവള പറയുന്നത്. ഈ പൂ പറഞ്ഞ ഇവിടെ എല്ലാ വീട്ടിലും ഈ പൂ ഉണ്ടാവും. അമ്പലത്തിൽ പൂജയ്ക്ക് എടുക്കും, പിന്നെ വിളക്ക് വെക്കുമ്പോൾ ഒരു 2 ഇത് പറിച്ചിട്ട് വെച്ചാൽ അതൊരു തെച്ചിപ്പൂ. ഇതിങ്ങനെ വൈകുന്നേരം നേരത്തെ ഈ പൂച്ചെടിയെല്ലാം നോക്കാൻ ഒരു രസമേ. പിന്നെ ഇവിടെ ആൾക്കാരില്ലല്ലോ, ആള് മനുഷ്യനും നമുക്ക് ഇതന്നെ കാണാനില്ല. അവിടെ പൂച്ചെടി കാര്യങ്ങളും ജാസ്തി ഇല്ല, ആൾക്കാരുണ്ട്. ഇവിടെ ആൾക്കാരൊന്നുമില്ല, പൂച്ചെടികൾ ജാസ്തി ഉണ്ട്. പിന്നെ നോക്കാതെ അവിടെ കളിക്കുന്ന കളി നോക്ക്, നടക്കാനേ വിടുന്നില്ല മുമ്പിലേക്ക്. കളിക്കുന്നേ വിചാരിച്ചു. ഇതിൽ കുറേ പൂവുണ്ട്.
ഇത് ആ മറ്റേ ഇനിയൊന്ന് കാട്ടിച്ചാലേ മഞ്ഞ കളറിന് അതേ പൂവിന്റെ അത് എടുത്ത് ഇത് അനിയത്തിയാൻ തോന്നുന്നേ. ഇത് നോക്കി എത്ര പാങ്ങുണ്ട് കളറിന്, വൈലറ്റ് കളർ സുന്ദരിയായിട്ടുണ്ട്. കുറേ പൂവുണ്ട് ഇതിൽ. പേരക്ക ചെടിയല്ലേ? ആ പേരക്ക മരമായിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ കുള്ളജാതി. ഇത് കുറച്ച് മൂത്തിട്ടില്ല, മൂക്കാനുണ്ട് കുറച്ചും കൂടി. ഇതാ നിറച്ചുണ്ട് ഈ ചെടിയിൽ. നോക്ക് ഇതിൻ്റെ അടിയിലെല്ലാം ഉണ്ട്. നോക്ക്. ആ അപ്പൊ ഇത് അംഗനവാടിയല്ലേ, ചെറിയ ചെറിയ കുട്ടികൾ ഇവിടെ വരും പഠിക്കാൻ. അപ്പൊ ആ കുട്ടികൾക്കെല്ലാം പറിച്ച് തിന്നാൻ ആയിട്ട് നട്ടിട്ടുണ്ട്. ഇതെന്തറിയാ, നമ്മുടെ ഈ ഓണത്തിനെ ഇത് ജാസ്തി ഉണ്ടാവണത്. ഓണത്തിന് പൂവിടാനല്ല നല്ലൊരു പൂ. ഇത് കുറേ സ്ഥലത്ത് ഇത് വേറെ വേറെ കളറുണ്ട്, കുറേ തരം കളറുണ്ട്. മഞ്ഞ, വെള്ള, ചുവപ്പ്, പിന്നെ ഒരു നീല കളറ്, പിന്നെ കുറേ ഒരു വയലറ്റ് കളറ്, കുറേ കളറുണ്ട്. ഇത് 10 തരം പൂവിന് നമ്മളിപ്പോൾ ഓണത്തിന് 10 തരം കളർ ഇടുവല്ലേ, ആ 10 തരത്തിന്റെ കളറും ഉണ്ടാവും. അത് കൂടെ ഒരു ഉണ്ട ഉണ്ട്. ഇതാ നല്ല രസമുണ്ട്. ഇറങ്ങണമെന്നുണ്ട് ഒരു കൊമ്പ്. കുറച്ച് ഒരു മഴ കുറച്ച് കുറയട്ടെ. അത് മഴയത്ത് നട്ടാൽ നമ്മൾ അത് ചീഞ്ഞു പോകും. പപ്പായി തായനേ പറിക്കാം. ഈ അംഗനവാടി ഇട്ടതല്ലേ ഇത്? അത് 3 കൊമ്പ്, 3 കൊമ്പും പിടിച്ചിരുന്നു. അതെ, ഇങ്ങനെ പോയി നോക്കൂ. തൃശ്ശൂലെ മാതിരി എവിടെ ഇല്ല, നമ്മുടെ ഇവിടെ എവിടെ ഇല്ല മുരിങ്ങ മരം. മുരിങ്ങ മരം ചെറിയൊരു തൈ. ഇതില് 3 കായ് ഉണ്ടായി വലുതാ. കായ് പിടിച്ചിട്ടുണ്ട്. ഇത് കായ് പിടിച്ചിട്ടുണ്ടായി. കായെല്ലാം പറിച്ചിന് അംഗനവാടി പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചെറിയത് എത്ര ചെറുത്. ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവിടെ നമ്മളെ 7th മൈലിൽ ഉണ്ടായോടത്തും ഇല്ല മുരിങ്ങ ചെടി. ഇതെല്ലാം വേണല്ലേ ഒരു വീട് എന്ന് പറയുമ്പോ ഇങ്ങനത്തെതെല്ലാം ആവശ്യമുള്ളത്. നല്ല മണം. ഇതൊരു പേരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണ്ട. നിങ്ങൾക്ക് സീതല്ലേ തൊണ്ടവേദന? ഇത് നല്ല ഉണ്ടോ നോക്കട്ടെ. സൂപ്പറായി. മധുരം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ കുഞ്ഞു വീടൊന്ന് കാട്ടിച്ചു കൊടുത്തു. അപ്പൊ ഇത് നമ്മുടെ ബെഡ്റൂം, ചെറിയ ബെഡ്റൂം. ഇവിടെ അമ്മ കടന്നുകൊണ്ടുണ്ടായി. ഇപ്പൊ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അപ്പു കിടക്കുന്നുണ്ട്. ഇതൊരു ടിവി റൂം, ആൾ റൂം. അപ്പൊ ഇവിടെ ചോറുണ്ട് പറഞ്ഞിട്ട് അതെ പ്ലാസ്റ്റിക് അടിച്ചിരുന്നു. ഇതിവിടെ നോക്കി ചമരെല്ലാം നനഞ്ഞിട്ട് ഇതായി വെള്ളം വീണിട്ട് നനവുണ്ട്, ഉണങ്ങിയിട്ടൊന്നും. വിളക്ക് വെക്കുന്ന നമ്മുടെ സ്വാമി റൂം. ഇതാണ് ഫസ്റ്റ് അടുക്കള റൂം ഉണ്ടായത്. ഇവിടെ ഇപ്പൊ നമ്മള് ഒരു കട്ടിലിട്ടുണ്ടായി. അപ്പൊ മഴ വന്നോണ്ട് ചോർന്നോണ്ടുണ്ടായി കാരണം കട്ടിലിനടുത്തിട്ട് അപ്പുറത്തിട്ടത് പ്ലാസ്റ്റിക് എല്ലാം കെട്ടീന്. ഇതെല്ലാം മഴ വന്നിട്ട് ഇതാ വെള്ളമെല്ലാം നിന്നിട്ടുണ്ട്. ഇവിടെ മഴ അധികം ഉണ്ടായി, അതുകൊണ്ട് ഇതെല്ലാം അടുക്കള ആയിരുന്നല്ലേ ഇത് ഫസ്റ്റ്. നമ്മളുടെ അങ്ങനത്തെ അടുക്കള യാറിന്റെ അവിടെ ഉണ്ടാവില്ല. നമ്മളുടെ ഒരു റെയിൽ പെട്ടി മാതിരി ഒരു അടുക്കളാക്കിയാണ്. അത് നമ്മളെ സ്വന്തമാക്കിയത്. നമ്മൾക്ക് റൂം മതിയാവില്ല പറഞ്ഞിട്ട്. ഇത് നമ്മളുടെ അടുക്കള. ഇതെല്ലാം നമ്മൾ ടെന്നെല്ലാം അടിച്ചിട്ട് ഒരു വലിയ റൂം അങ്ങനെ ആക്കിയ കുറച്ച് പൈസ ചെലവായില്ല. 10-15,000 രൂപ ചെലവായി. ഇവിടെ ഒരു കട്ടില് മഴ വന്ന് ചോർന്നുകൊണ്ടുണ്ടായി അപ്പം എടുത്തതല്ലേ, ഇങ്ങോട്ട് ഇട്ടത്. അപ്പൊ ഇവിടെ നമ്മള് കിടക്കൂ. ആര് വന്നാലും അച്ഛനൊക്കെ ഇവിടെ കിടക്കുന്നത് ഇഷ്ടം. അങ്ങനെ അച്ഛന് ഇപ്പൊ പോയിന് ഓണത്തിന് വരുന്നേ പറഞ്ഞ്.
പിന്നെ അച്ഛനെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഓണത്തിന് വരും ഇനി. നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ ഒഴിവെടുക്കുമ്പോൾ നല്ല നല്ല വീഡിയോ ഇടാം. നല്ല ഫസ്റ്റ് ഇട്ടുണ്ടല്ലോ കണ്ട് ഫുഡുണ്ട് അതുണ്ട് ഇതുണ്ട്. നമ്മൾ ഓരോ ദിവസം ഓരോന്ന് ഇടണമെന്ന് പറഞ്ഞിട്ട് നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ടൈമില്ല, അതിനെ കൊണ്ട് ഇടാത്ത പറഞ്ഞ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് ഞാക്കാൻ. അപ്പം ഇനി ഓണമെല്ലാം അടുത്തടുത്ത് വന്ന് അപ്പം ഇനി ഓണപ്പൂടലും അത് ഇതും എല്ലാം ഉണ്ടാവും. അപ്പോൾ ദിവസം ഇടാൻ ആവില്ല, എന്താ പറഞ്ഞാൽ പൂക്കളൊന്നും അത്ര ഇല്ല ഇവിടെ. അതിന് എന്ത് പത്താമത്തെ ദിവസം നമ്മൾ ഓണത്തിൻ്റെ ദിവസം നമ്മൾ പൂവെല്ലാം ഇടും. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബാക്കി. വീണ്ടും കാണാം. ബൈ. ബൈ.